ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. വട്ടോളി, വയലി, വിമതര്, വാ 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 അവരുടെ സംഭാവന എന്ത്? മെത്രാന്മാരുടെ കൂറ് എവിടെയാണ്? ലിറ്റർജി എന്താണ്? സഭ എന്താണ്? ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ വിമതരുടെ ഒരു സംഭാവനയായിട്ട്, അതായത് വിമതരിങ്ങനെ പാഠാണ്ടതയും ശീഫിയും പഠിപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ ഇക്കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഇടയായത്. എനിക്കൊരു സുഹൃത്ത് അയച്ചു എന്ന സന്ദേശമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞിരിക്കുന്നത്. ചില ഗ്രൂപ്പുകൾ പ്രചരിക്കുന്ന സന്ദേശമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, ഈ നോട്ട് ഉപയോഗിക്കാമോ, എൻ്റെ വീഡിയോയ്ക്ക് ഉപയോഗിക്കുമെന്ന് അറിയാൻ. അപ്പം അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും ഉപയോഗിക്കാം. എന്നിട്ട് അദ്ദേഹം ഒരു ഉപമയാണ് പറഞ്ഞത്, വാഴ ചീര. അച്ഛൻ വാഴയാണെങ്കിൽ ഞങ്ങൾ ചീരയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അച്ഛൻ തിരുവചനം കൊണ്ടും ലിറ്റർജി കൊണ്ടും ഒക്കെ അച്ഛൻ നനയപ്പെടുമ്പോൾ ആ അച്ഛൻ്റെ താഴെയുള്ള ചീരയും ഇല്ലേ, പണ്ടത്തെ കർഷകരുടെ രീതിയാണ്, വാഴയുടെ താഴെ ചീര. അപ്പോൾ വാഴയെ നനയ്ക്കുമ്പോൾ ചീരയ്ക്കും നനവ് കിട്ടും. അച്ഛൻ വചനം കൊണ്ടും ലിറ്റർജി കൊണ്ടും ഒക്കെ ഇങ്ങനെ അച്ഛൻ നനയപ്പെടുമ്പോൾ ഞങ്ങൾ ചീരയായിട്ട് അച്ഛൻ്റെ താഴെയുള്ള ചീരയും നനയുന്നു. അങ്ങനെയാണിത്. അപ്പോൾ ഈ സന്ദേശവും അച്ഛൻ്റെ വീഡിയോസിലൊക്കെ ഉള്ള സന്ദേശം തന്നെ ഞങ്ങളൊന്ന് ഞങ്ങളുടേതായ ഭാഷയിൽ തയ്യാറാക്കിയതാണ് അച്ഛൻ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഒന്ന്, ഇങ്ങനെ അനേകർക്ക് നമ്മുടെ ഈ വീഡിയോസിലൂടെ സഭ എന്തെന്നും ലിറ്റർജി എന്തെന്നും അങ്ങനെ നിരവധി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോൾ ഇത് പിന്നീട് നമ്മുടെ സഭയുടെ ഒരു നവീകരണത്തിന് ഇതെല്ലാം, പ്രത്യേകിച്ച് ജനങ്ങളുടെ ഈ അൽമായ സത്യവിശ്വാസികളുടെ അറിവ്, അവരുടെ ബോധവൽക്കരണം, അതുപോലെ അവരുടെ തിരിച്ചറിവുകൾ തീർച്ചയായിട്ടും സഭയുടെ നവോത്ഥാനത്തിന്, നവീകരണത്തിന്, പുതുക്കപ്പെടലിന് ഉപകരിക്കും എന്നുള്ള വിശ്വാസത്തോടെ അദ്ദേഹം അയച്ചു തന്ന ആ സംഗതി ഞാൻ വായിക്കുകയാണ്. വളരെ രസകരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സംഗതിയാണത്. എറണാകുളത്തെ വിമതർക്ക് നന്ദി, 1000 നന്ദി. കത്തോലിക്ക സഭയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും കേരളത്തിലെ ജനങ്ങളെ, സാധാരണ വിശ്വാസികളെ സഹായിച്ചത് എറണാകുളം വിമതരാണ്. ആശ്ചര്യചിഹ്നം. വത്തിക്കാനിലെ മാർപ്പാപ്പയ്ക്ക് കീഴിലുള്ള സഭ. ഇതിനപ്പുറം കത്തോലിക്ക സഭയെക്കുറിച്ച് വലിയ അറിവോ ധാരണയോ സാധാരണ വിശ്വാസികൾക്ക് ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ 3 തരം കത്തോലിക്ക സഭകൾ എങ്ങനെ വന്നു എന്ന ചോദ്യത്തിന് തട്ടുമുട്ട് ഉത്തരങ്ങൾ നൽകി തലയൂരുന്നതായിരുന്നു ഞങ്ങളുടെ പതിവ്. അന്ത്യോക്യൻ സുറിയാനി സഭയിൽ നിന്നാണ് കേരളത്തിലെ സുറിയാനിക്കാരുടെ പിറവി എന്ന് പോലും ഞങ്ങൾ തെറ്റിദ്ധരിച്ചിരുന്നു. എന്നാൽ ഇത്തരം എല്ലാവിധ സംശയങ്ങൾക്കും കഴിഞ്ഞ 3-4 വർഷത്തിനിടയിൽ ഉത്തരം വിശ്വാസികൾക്ക് ലഭിക്കുകയുണ്ടായി. ഇതിന് കാരണമായത് സത്യത്തിൽ എറണാകുളത്തെ പാഷാണ്ഡതയാണ്. അതിനാൽ അവരോട് നന്ദി പ്രകാശിപ്പിക്കാതെ പോകാനാവില്ല. കഴിഞ്ഞ 3-4 വർഷത്തിന് ഇടയിൽ മനസ്സിലാക്കിയ ചില അടിസ്ഥാന വസ്തുതകൾ ഇവയാണ്. 1, ആഗോള കത്തോലിക്ക സഭ എന്നാൽ ലാറ്റിൻ സഭ അഥവാ പടിഞ്ഞാറൻ സഭയും 23 കിഴക്കൻ വ്യക്തിസഭകളും ചേർന്ന ഒരു സംവിധാനമാണ്. മൊത്തം 24 സഭകളുടെ ഒരു കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ. ദ കാത്തലിക് ചർച്ച് ഈസ് എ കമ്മ്യൂണിയൻ ഓഫ് 24 ഇൻഡിവിജ്വൽ ചർച്ചസ്, സൂയി യൂരിസ് ചർച്ചസ്. 2, 24 റീത്തുകൾക്കും പ്രത്യേകം സഭാ തലവന്മാരും ആരാധനക്രമവും നിയമ സംഹിതകളും ഉണ്ട്. അതാണ് സൂയി യൂരിസ് എന്ന് പറയുന്നത്. 3, ലാറ്റിൻ സഭ ഒഴികെ 23 സഭകൾക്കും പാശ്ചാത്യ കാനനിലോ ബാധകമല്ല. പൗരസ്ത്യ കാനൻ ആണ് 23 കിഴക്കൻ സഭകൾക്ക് ബാധകം. 4, റോമിലെ തിരുസംഘത്തിന് 2 വിഭാഗങ്ങളുണ്ട്. ഇതിൽ കിഴക്കൻ സഭകൾക്ക് പൗരസ്ത്യ തിരുസംഘമാണ് ബാധകം. 5, 24 റീത്തുകൾ 6 പാരമ്പര്യം നിന്നുമാണ് പിറവിയെടുത്തത്. 24 റീത്തുകൾ അത് 6 ലിറ്റർജി കുടുംബങ്ങളിൽ നിന്നാണ് പിറവിയെടുത്തത്. ഇതേക്കുറിച്ചൊക്കെ നമ്മൾ ധാരാളം പഠിച്ചിട്ടുള്ളതാണ്. 6, സീറോ മലബാർ സഭയെ കൽദായ പാരമ്പര്യ സഭയുടെ ഗണത്തിലാണ് കത്തോലിക്ക സഭ പരിഗണിക്കുന്നത്. അതിനാൽ ഈ സഭ ഒരു കൽദായ കത്തോലിക്ക സഭയാണ്. എന്നെ കൽദായ ഇതിൻ്റെ വക്താവ് എന്നാണ് പറയുന്നത്, കൽദായ സഭയുടെ. തീർച്ചയായിട്ടും ആരും നിയമിച്ചിട്ടില്ല. കൽദായ സുറിയാനി കത്തോലിക്ക സഭയാണ് സീറോ മലബാർ സഭ. എല്ലാ രേഖകളും അങ്ങനെയാണ്. ഞാൻ ഒരുപാട് രേഖകൾ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് കൽദായം, എന്താണ് ആരാമി, എന്താണ് സുറിയാനി, എന്താണ് പാശ്ചാത്യ സുറിയാനി, എന്താണ് പൗരസ്ത്യ സുറിയാനി, ഇതെല്ലാം പടം വരച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. 7, 24 റീത്തുകളുടെ തലവന്മാരുടെ പേരുകളും അധികാര ശ്രേണിയും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. പാത്രിയാർക്കിസ്, മേജർ ആർച്ച് ബിഷപ്പ്, അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ, മെത്രാപ്പോലിത്ത, ബിഷപ്പ് എന്നിങ്ങനെ സഭാ തലവന്മാരുടെ അധികാരങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നു. 8, പാത്രിയാർക്കി സഭകൾക്ക് അവരുടെ തീരുമാനം സ്വതന്ത്രമായി എടുത്ത ശേഷം മാർപ്പാപ്പയ്ക്ക് തീരുമാനം അറിയിച്ചാൽ മതി. മേജർ ആർച്ച് ബിഷപ്പ് സഭകൾ തീരുമാനമെടുത്ത്
ആ തീരുമാനം മാർപ്പാപ്പ അംഗീകരിച്ച ശേഷം മാത്രം പ്രസിദ്ധപ്പെടുത്തുന്നു. മറ്റ് തലവന്മാരുടെ സഭകളിൽ തീരുമാനം മാർപ്പാപ്പയുടേതാണ്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയാൻ കഴിഞ്ഞു. 9. ലാറ്റിൻ സഭയുടെ പാത്രിയാർക്കസും റോമ അതിരൂപതയുടെ തലവനായ വ്യക്തിയാണ് ആഗോള കത്തോലിക്ക സഭയെ നയിക്കുന്ന മാർപ്പാപ്പ. 24 റീത്തുകളിൽ നിന്നും മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാം. തെരഞ്ഞെടുക്കപ്പെട്ടാൽ ആ വ്യക്തി ലാറ്റിൻ സഭയുടെ ഭാഗമാകും. 10. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ലാറ്റിൻ സഭ അവരുടെ പരമ്പരാഗത അതിവിശിഷ്ട കുർബാന ഒഴികെ ബാക്കി എല്ലാ ബലിയർപ്പണവും ജനാഭിമുഖമാക്കി പരിഷ്കരിച്ചു. അത് പരിഷ്കരിക്കുകയായിരുന്നില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് ഇതാണ് രണ്ടാം വത്തിക്കാൻ സൂനോദോസിന്റെ പരിഷ്കാരം എന്ന് വിചാരിച്ചിട്ട് എല്ലാവരുടെയും തുടങ്ങുകയായിരുന്നു. സഭ ഔദ്യോഗികമായി നടപ്പാക്കിയതല്ല ജനാഭിമുഖം. ബാക്കി 23 സഭകൾക്കും പൗരത്വ സഭകൾക്കും കുർബാനാർപ്പണ രീതിയും ലിറ്റർജിയും തീരുമാനിച്ച് നടപ്പിൽ വരുത്താൻ സഭാ സെനഡുകളെ ചുമതലപ്പെടുത്തി. 11. കിഴക്കൻ സഭാ സെനഡുകൾ തങ്ങൾ ലിറ്റർജി പുതുക്കി അവരവരുടെ പാരമ്പര്യത്തിന് അനുസൃതമായി കുർബാന അർപ്പണ രീതികൾ തീരുമാനിച്ച് മാർപ്പാപ്പയുടെ അംഗീകാരം നേടി. 12. സീറോ മലബാർ സഭയുടെ പരിഷ്കരിച്ച കുർബാനക്രമം ആദ്യമായി പൊതുമധ്യത്തിൽ ചൊല്ലിയത് കോട്ടയത്ത് 1956 ഫെബ്രുവരി 8 പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. ഇനിയും പല കാര്യങ്ങളും പലരും മനസ്സിലാക്കിയിട്ടുണ്ടാകാം, അവയെല്ലാം കമന്റ് ചെയ്യാവുന്നതാണ്. അതിലൊരു കമന്റ്, പേപ്പൽ ഡെലഗേറ്റ്, അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്നിങ്ങനെയുള്ള സ്ഥാനങ്ങളെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞു. മറ്റൊരു കമന്റ്, എന്തൊക്കെയാണ് അച്ഛന്മാർ ചെയ്യേണ്ടത്, എന്തൊക്കെ അച്ഛന്മാർ ചെയ്യാൻ പാടില്ല, മെത്രാന്മാർ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എവിടെയാണ് മെത്രാന്മാരുടെ ദൗർബല്യം, മെത്രാന്മാരുടെ കൂറ് എവിടെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു എന്നാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇവർ പറയാത്ത ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. ഒന്ന്, 1999 ആണ് 1999, അതായത് 2000 ആണ്ടിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇന്ത്യയിൽ ഡൽഹിയിൽ വന്നു. കേരളത്തിൽ വരാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ വരാൻ അത് പല കാര്യങ്ങൾ കൊണ്ട് വന്നില്ല. അതിനു മുമ്പ് ഈ ഏകീകൃത കുർബാന അർപ്പണ രീതി സീറോ മലബാർ സഭയിൽ നടപ്പാക്കണമെന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് താല്പര്യമുണ്ടായിരുന്നു. 86 അദ്ദേഹം വന്ന് ചൊല്ലിപ്പോയപ്പോൾ എല്ലാ രൂപതകളും അത് അംഗീകരിക്കുമെന്നാണ് അദ്ദേഹം കണക്കാക്കിയത്. അന്ന് മാർപ്പാപ്പയെ ധിക്കരിച്ചതും അനുസരണക്കേട് കാണിച്ചതും മെത്രാന്മാരാണ്, കുറേ മെത്രാന്മാര്. അപ്പം പിന്നെയും ചർച്ച ചെയ്ത് മെത്രാന്മാർ തന്നെ മാർപ്പാപ്പയെ ധിക്കരിക്കുന്ന അവസ്ഥ വന്നപ്പോൾ മാർപ്പാപ്പ പിന്നെയും പറഞ്ഞ് അങ്ങനെ 1999 മെത്രാൻ സെനഡ് 1999 മെത്രാൻ സെനഡ് ഇപ്പം നമ്മൾ പറഞ്ഞ ഏകീകൃത കുർബാന രീതി നടപ്പാക്കാൻ തീരുമാനിച്ചു. അന്ന് തൊട്ട് 2021 വരെ, അതായത് നടപ്പിലാക്കുന്നത് വരെ ഒരൊറ്റ സെനഡിലും ഇതൊന്ന് പുനർവിചിന്തനത്തിന് കാരണം ഒന്ന് വെക്കണം, ഇത് പുനരാലോചന വേണമെന്ന് ഒരു മെത്രാനും ആവശ്യപ്പെട്ടിട്ടില്ല, ഒരു മെത്രാനും. അതിന് അവർക്കൊരു ഒരു സൂത്രബുദ്ധി ഉള്ളിലുണ്ടായിരുന്നു. മെത്രാൻ സെനഡ് തീരുമാനിച്ചാലും എൻ്റെ രൂപതയിൽ എനിക്ക് നടപ്പാക്കുകയോ നടപ്പാക്കാതിരിക്കാനോ അവകാശമുണ്ടെന്നൊരു അഹങ്കാരം മെത്രാന്മാർക്കുണ്ടായിരുന്നു. അതില്ല എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്താണ് തെളിഞ്ഞത്. അതായത് ഡിസ്പെൻസേഷൻ, ഒഴികഴിവ് കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരു രൂപതയ്ക്ക് മൊത്തമായിട്ട് കൊടുക്കാൻ കഴിയില്ല, അതും അനിശ്ചിത കാലത്തേക്ക് പറ്റില്ല. ഏതെങ്കിലും വ്യക്തികൾക്ക് ഒരു നിശ്ചിത കാലത്തേക്ക് കൊടുക്കുന്നതാണ് ഒഴികഴിവ് നിയമമാക്കാൻ കഴിയില്ല. An exception cannot be made a law. നിയമത്തിൽ നിന്നുള്ള ഒഴികഴിവ് ആ ഒഴികഴിവാണ്, ഒഴികഴിവിനെ നിയമമാക്കാൻ കഴിയില്ല. ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്താണ് വ്യക്തമായി നിർവചിക്കപ്പെട്ടത്. അപ്പോഴാണ് മെത്രാന്മാർ കാര്യം മനസ്സിലായത്, ഒരു രൂപതയ്ക്ക് മൊത്തമായി കൊടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം. നമുക്കറിയാം, കരിയിൽ പിതാവ് മൊത്തമായിട്ട് രൂപതയ്ക്ക് കൊടുത്തപ്പോഴാണ് അദ്ദേഹത്തിന് അവിടുന്ന് രാജിവെച്ച് പോകേണ്ടി വന്നു. വേറെ ചില മെത്രാന്മാരെ ശ്രമിച്ചു, അവർ അപ്പോൾ തന്നെ പിൻവലിച്ചു, അല്ലെങ്കിൽ അവരും രാജിവെച്ച് പോകേണ്ടി വരുമായിരുന്നു. അപ്പോൾ നിയമങ്ങൾ, അതായത് നിയമം ഉണ്ടാക്കി ഒപ്പുവെച്ചാലും ഞങ്ങൾക്കതെല്ലാം ലംഘിക്കാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ടെന്ന് മെത്രാന്മാർ തെറ്റിദ്ധരിച്ചു. ആ തെറ്റിദ്ധാരണ മാറിയത് ഈ കരിയിൽ പിതാവിൻ്റെ കാലത്താണ് എറണാകുളത്ത്. അതോടെ മറ്റു മെത്രാന്മാർക്കും കാര്യം മനസ്സിലായി, ഒഴികഴിവ് എന്ന് പറയുന്നത് നിയമമല്ല. ഞാൻ പറഞ്ഞു വന്നത്, മെത്രാന്മാർ അങ്ങനെ ഒപ്പിട്ടിട്ടത് വീണ്ടും ചർച്ച ചെയ്യണം, പുനരാലോചന വേണമെന്ന് അവർ ആവശ്യപ്പെടാത്തതിന് കാരണം അവർക്കൊരു സൂത്രബുദ്ധി ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം. പക്ഷേ ഏതായാലും ആരും ചോദ്യം ചെയ്തിട്ടില്ല. അപ്പോൾ 99 തീരുമാനിച്ചത് ഏകീകൃത കുർബാന, നടപ്പാക്കിയത് 2021. അത് ഈ കോവിഡിൻ്റെ മറവിൽ നടപ്പാക്കിയതല്ല. ഭൂമി കുംഭകോണം എന്ന് പറഞ്ഞ് ഇല്ലാത്തൊരു ഭൂമിയും കുംഭകോണം അത് മറയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. അതെല്ലാം എറണാകുളത്ത് നിന്ന് അവരുണ്ടാക്കിയ കഥകളാണ്. ആ കഥകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോയപ്പോഴാണ്, അത് പൊട്ടിപ്പൊളിഞ്ഞ് കാരണമായത് ഈ ലിറ്റർജി വിവാദം തന്നെയാണ്. അപ്പോഴാണ് എല്ലാവരും സത്യം അന്വേഷിച്ച് പോകാൻ തുടങ്ങിയത്. കുറച്ച് നാളത്തേക്ക് ജനങ്ങളുടെ മുമ്പിൽ ഒരു പുകമറ സൃഷ്ടിക്കാനും ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും ഇവരുടെ കഥകൾ കഴിഞ്ഞു. പക്ഷെ സത്യം പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഭൂമി കുംഭകോണം ഇല്ലെന്നും ഇത് കോവിഡിന്റെ മറവിൽ ഈ ഭൂമി കുംഭകോണം മറയ്ക്കാൻ വേണ്ടി മെത്രാന്മാർ നടപ്പാക്കിയതല്ലെന്നൊക്കെ സത്യം ജനങ്ങൾക്ക് ബോധ്യമായി. ഇപ്പോഴും കുറച്ച് പേര് മറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും, അത് ക്യാപ്സൂളാണ്.
ഈ വിമതരും മുന്നേറ്റക്കാരും കൊടുത്തിരിക്കുന്ന ക്യാപ്സൂൾ അത് നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല. അവർ അടിമകളാണ്. ഈ മുന്നേറ്റക്കാരുടെയും വിമത വൈദികരുടെയും അടിമകളാണ്. വട്ടോളിയുടെയും വയലിക്കോടത്തിൻ്റെയൊക്കെ അടിമകൾ. നമ്മൾ അവർ ഗവനിക്കേണ്ട കാര്യമില്ല. ചുരുക്കത്തിൽ ഏകീകൃത കുർബാനയുടെ തീരുമാനം അത് 99-ലാണ്. ഒരു വർഷം കഴിഞ്ഞിട്ട് ഇറക്കിയ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി എന്ന പുസ്തകത്തിൽ, അതായത് സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി ബെനഡിക്ട് മാർപ്പാപ്പ നമ്മുടെ മെത്രാന്മാരുടെ തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. അതായത് ഏറ്റവും ഐഡിയലായിട്ട് അദ്ദേഹം പറയുന്നത് ലിറ്റർജി ഇപ്പോൾ ഏകീകൃത കുർബാനയാണ്. അതിന് അദ്ദേഹം പറയുന്ന ന്യായം വചന ശുശ്രൂഷ ജനങ്ങളിലേക്ക് നോക്കിയിട്ട് അനാഫ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞിട്ട്, അപ്പോൾ കർത്താവിൻ്റെ പരസ്യ ജീവിതവും കുരിശുമരണവും ഏറ്റവും ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു എന്നാണ്. അതിന് ഞാനൊരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. എമ്മാവൂസിലേക്ക് പോയിരുന്ന ശിഷ്യന്മാരുടെ ആ അനുഭവം ഉത്ഥാനത്തിൻ്റെ അന്നാണ്. കർത്താവ് ഉയർപ്പിക്കപ്പെട്ട അന്ന് ആദ്യമായി ചെയ്തത് ലിറ്റർജിയാണ്. വഴിയിൽ വെച്ച് വചന വ്യാഖ്യാനം, ഭവനത്തിൽ വെച്ച് അനാഫറ. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. വചനം വ്യാഖ്യാനിച്ചപ്പോൾ ഹൃദയം ജ്വലിച്ചു. അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ കർത്താവിനെ കണ്ടു. അപ്പോൾ വഴിയിൽ വെച്ചാണ് വചന ശുശ്രൂഷ. നമ്മൾ ഈ സുവിശേഷമായിട്ട് ഇങ്ങനെ വഴിയിൽ വരികയാണ് ബേമയിലേക്ക്. കർത്താവ് എമ്മാവൂസിലേക്ക് പോകുന്ന പോലെ വചനം വ്യാഖ്യാനിക്കുകയാണ്. ഭവനത്തിൽ കയറി, മധുബകയിൽ കയറി ഈ അപ്പം മുറിക്കൽ എന്ന് പറയുന്ന അനാഫറ, ഇത് വളരെ ഐഡിയലാണ്. അപ്പോൾ നമ്മുടെ മെത്രാന്മാർ 99-ലെടുത്ത തീരുമാനം കത്തോലിക്ക സഭയിൽ തന്നെ, ഇനി നിങ്ങൾ കുറച്ച് കൊല്ലങ്ങൾ കഴിയുമ്പോൾ മനസ്സിലാക്കിയോളൂ, ലത്തീൻ സഭയിലും ഈ ദൈവോന്മുഖ കുർബാന അവർ വീണ്ടും കൊണ്ടുവരുമ്പോൾ മിക്കവാറും നമ്മുടെ സീറോ മലബാർ സഭ മുന്നോട്ട് വെച്ച ഈ ഏകീകൃത രൂപമായിരിക്കാം അവർ സ്വീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പണ്ടത്തെ സൂനദോസുകൾ പോലെ പൗരത്യ സഭകളായിരിക്കും പാശ്ചാത്യ സഭയ്ക്ക് മാർഗനിർദ്ദേശം കൊടുക്കുന്നത്. പണ്ട് മുഴുവൻ അങ്ങനെയായിരുന്നു. നിങ്ങൾക്ക് ക്രിസ്തുധർമ്മ പ്രവേശിക്കുക എന്ന് പറഞ്ഞുള്ള പുസ്തകത്തിൽ പൗരസ്ത്യ സഭകളുടെ കൺട്രിബ്യൂഷൻ, അത് കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണങ്ങളും വിശ്വാസ സംഹിതയും രൂപപ്പെടുത്തുന്നതിൽ പൗരസ്ത്യ സഭകളുടെ കൺട്രിബ്യൂഷൻസ് അത്ര വലുതാണെന്ന് ബെനഡിക്ട് മാർപ്പാപ്പ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടും നമ്മൾ ആരാണെന്ന് തിരിച്ചറിയില്ലാത്തത് കൊണ്ടും നമുക്ക് സ്വത്വബോധമില്ലാത്തത് കൊണ്ടുമാണ് നമ്മൾ ഈ ലത്തീൻ പാശ്ചാത്യ രീതിയിലെ അന്ധമായി അനുകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഈ വെള്ളക്കാരൻ്റെതെല്ലാം നല്ലതെന്നുള്ളൊരു മട്ടിൽ നമ്മൾ ഇരിക്കുക. നമ്മുടെ പൗരസ്ത്യ സഭയുടെ ആ റിച്ച്നെസ്, സമ്പത്ത്, നിധി തിരിച്ചറിയാത്ത പൊട്ടന്മാരാണ് നമ്മൾ. അപ്പം അതൊക്കെ മാറാനായിട്ട് ഒരു ഇടയായതാണ് ഈ ലിറ്റർജിക്കൽ ക്രൈസിസ്. ഞാൻ എത്രയോ വട്ടം പറഞ്ഞിരിക്കുന്നു, ഓരോ പ്രതിസന്ധിയും ഓരോ സുവർണ അവസരമാണ്. ഇപ്പോൾ ദൈവജനമാണ് സഭ എന്ന രണ്ടാം വത്തിക്കാൻ സൂനോദസിന്റെ നിർവചനം ഏറ്റവും നല്ല രീതിയിൽ സംഭവിച്ചിരിക്കുന്നത് സീറോ മലബാർ സഭയിലാണ്. ഇപ്പം അച്ഛന്മാർക്ക് അറിയുന്നതിൻ്റെ 100 ഇരട്ടിയാണ് ജനങ്ങൾക്ക് അറിയാവുന്നത്. അച്ഛന്മാർക്ക് 12-14 വർഷം സെമിനാരി പഠിച്ചിട്ട് അച്ഛന്മാർക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ അറിയാം വചനമാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും ലിറ്റർജിയാണെങ്കിലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണെങ്കിലും സഭാശാസ്ത്രമാണെങ്കിലും. നമ്മൾ ഓർത്തഡോക്സ് സഭക്കാർ, യാക്കോബായ് സഭക്കാർ, അവർക്കൊക്കെ അവരുടെ കാറ്റഗറിസ്റ്റിൽ മുഴുവൻ ഇങ്ങനത്തെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് അവരുടെ സഭയെക്കുറിച്ച്. നമ്മൾ മതേതരത്വം പിന്നെ അങ്ങനത്തെ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ച് നടക്കുകയാണ്, പരിണാമ സിദ്ധാന്തം പറഞ്ഞ് നടക്കുകയാണ്. അവർ പഠിപ്പിക്കുന്നത് സഭാശാസ്ത്രവും സഭാവിജ്ഞാനിയും ഒക്കെയാണ്, സഭാചരിത്രം. ഇപ്പം നമ്മളും അതൊക്കെ അറിയാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ തെറ്റിദ്ധാരണ മാറാൻ ഇടയായിരിക്കുന്നു. അപ്പോൾ ഈ വിമത വൈദിക കലാപം, ഈ പാതിരി കലാപം, അതിന് അന്ധമായിട്ട് സപ്പോർട്ട് കൊടുക്കുന്ന അൽമായ മുന്നേറ്റ ഗുണ്ടകൾ, അവർ ഒരു നിലയ്ക്ക് നമ്മളെ സഹായിക്കുകയായിരുന്നു. യഥാർത്ഥ സഭ എന്തെന്നും നമ്മുടെ സഭ എന്തെന്നും നമ്മുടെ സ്വത്വം എന്തെന്നും നമ്മൾ കൽദായ സുറിയാനിക്കാരാണെന്നും നമ്മുടെ ഈ സുറിയാനി ഭാഷ എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഭാഷയോട് ചേർന്ന് പോകുന്നതാണെന്നും അതിൽ വിശുദ്ധ ഭാഷയാണെന്നും വളരെ വളരെ നല്ല രീതിയിൽ പറഞ്ഞിരിക്കുക. ഈ പാറക്കാട്ടിൽ പിതാവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം. അതിനകത്ത് അതായത് 62 പറഞ്ഞിട്ടുണ്ട്, സുറിയാനിയിലും കുർബാന ചൊല്ലാം, മലയാളത്തിലും ചൊല്ലാം. ജനങ്ങൾ മുഴുവൻ മലയാളികളാണെങ്കിൽ മലയാളത്തിൽ ചൊല്ലാം, അല്ലെങ്കിൽ സുറിയാനിയിൽ ചൊല്ലാമെന്നാണ് 1962 പാറക്കാട്ടിൽ പിതാവ് പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും അറിയാതെ പാറക്കാട്ടിൽ പിതാവിന് വിശുദ്ധനെ കൊണ്ട് നടക്കുന്നവർക്ക് പോലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അറിയാതെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം തന്നെ ലംഘിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, സീറോ മലബാർ സഭയിലെ മെത്രാന്മാർക്ക് അങ്ങനെ ഒരു തെറ്റായ ഒരു പൈതൃകമാണ് അവർക്ക് കിട്ടിയത്. പറയുന്നതിന് വിപരീതം ചെയ്യുക, അത് തിരുത്താനുള്ള സമയം കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു സുവർണ അവസരമായിട്ട് തന്നെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അതിനാൽ ഈ വിമതര്, വട്ടോളി, വയലിക്കോടത്ത് ഇവർക്ക് എഴുതി വരുന്ന കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് അത് അപ്പാടെ വിശ്വസിക്കാതെ അവർ പറഞ്ഞത് തെറ്റാണെന്ന് തിരിച്ചറിയാൻ നമ്മൾ സത്യത്തെ തേടിപ്പോയി. അപ്പോൾ ഒരു വലിയ സന്ദേശം അല്ല, ഒരു സാഹചര്യം, ഒരു സന്ദർഭം അവർ ഒരുക്കുകയായിരുന്നു. ഇത് ഞാൻ ആവർത്തിക്കുകയാണ്, സഭയിൽ പണ്ട് കാലത്ത് പാഷാണ്ഡതകൾ വന്നപ്പോഴാണ് സത്യവിശ്വാസം എന്തെന്ന് സഭാപിതക്കവന് പഠിപ്പിച്ചത്.
പാഷാണ്ഡതകളും ചീസ്മകളും വന്നപ്പോൾ ഇപ്പോൾ ഈ പാഷാണ്ഡത, എറണാകുളം പാഷാണ്ഡതയും വിമത പാതിരി കലാപവും വന്നപ്പോൾ എന്താണ് സഭ, എന്താണ് ശീഷ്മ, എന്താണ് പാഷാണ്ഡത, എന്താണ് വേദവിപരീതം, എന്താണ് ദൈവനിഷേധം? പിന്നെ കൂതാശയാകണമെങ്കിൽ കർമ്മരൂപം വേണം, കർമ്മസാരം വേണം, ഉള്ളടക്കം വേണം, ഇങ്ങനെ പിന്നെ നിയോഗം വേണം, അല്ലേ? പുരോഹിതൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, ഇങ്ങനെ സകല കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് സാധിച്ചിരിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ കുറിപ്പ് എനിക്ക് വളരെ ഇഷ്ടമായി. നിങ്ങൾക്കും ഇതുപോലെ ഇനിയിപ്പോൾ ഇതിൻ്റെ കമൻറ്റിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് കുറിക്കാം. നല്ല പോയിന്റ്സ് ഒക്കെ വരികയാണെങ്കിൽ ഞാൻ അത് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.